ഹായ് ഹലോ. ഇന്ന് നല്ലൊരു ഓഫ് ഡേ കിട്ടിയപ്പോഴത്തേക്ക് നമ്മുടെ ഷെൽഫിലിരുന്ന ബോട്ടിൽസും ചെറിയ ക്യാനൊക്കെ പറക്കിയിട്ട് നേരെ പോകുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് കേട്ടോ. ചെറിയ ഇളം വെയിലും കുറച്ച് പൂക്കളും ഈ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാൻ ഇപ്പോൾ ഈ സമ്മറിലേ പറ്റുള്ളൂ കേട്ടോ. വിൻ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മഞ്ഞായിരിക്കും. മിക്കവരും റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ മടിക്കുന്ന ഒരു ടൈം കേട്ടോ. വിൻ്റർ ആയി കഴിയുമ്പോൾ ഒടുക്കത്തെ മടിയും കാര്യങ്ങളൊക്കെ. എന്തായാലും നേരെ സൂപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലെത്തി. സംഭവം ഇത് വേറൊന്നുമല്ല, നമ്മുടെ ഡ്രിങ്കിങ് പേർപ്പസ് കഴിഞ്ഞിട്ടുള്ള ബോട്ടിൽസിനെയും ക്യാൻസിനെയൊക്കെ നമുക്ക് തിരിച്ച് റീഫണ്ട് ചെയ്ത് കിട്ടുന്ന ഒരു സംഭവം കേട്ടോ. ചില ബോട്ടിൽസിൻ്റെയൊക്കെ ബാക്കിലായിട്ട് ഒരു റീസൈക്കിൾ എന്നുള്ളൊരു എംബ്ലം കാണാം. അങ്ങനെയുള്ളതിനെ മാത്രം നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും. ജർമ്മനിയിൽ ഇതിനെ ഫാൻ സിസ്റ്റം എന്നാട്ടോ പറയുന്നത്. സംഭവം വേറൊന്നുമല്ല, നമ്മൾ ഈ കാണുന്ന ട്രേയിലേക്ക് ഓരോ ബോട്ടിൽസിനായിട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് തൊട്ടടുത്ത സ്ക്രീനിൽ തന്നെ ഓരോ ബോട്ടിൽസിനും എത്ര യൂറോ ആണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് സൈഡിലത്തെ സ്ക്രീനിൽ കാണാം. ഓരോ ബോട്ടിൽസ് പോകുമ്പോഴത്തേക്കും ക്യാൻ വേറെ, പ്ലാസ്റ്റിക് ആയിട്ടുള്ള ബോട്ടിൽസിനെ വേറെ, അങ്ങനെ അത് തന്നെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ചെറിയ ബോട്ടിൽസ് മാത്രമല്ല, ഇതിൻ്റെ ബോട്ടമിലായിട്ട് വലിയ ക്യാൻ വെക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ അതൊന്നും ഉണ്ടായില്ല. ബോട്ടിൽസ് അങ്ങനെ നമ്മളിട്ടു. അങ്ങനെ ലാസ്റ്റ് എമൗണ്ട് എത്ര യൂറോ ആണ് നമുക്ക് കിട്ടുന്നതെന്നുള്ളതാണ് ഈ ഒരു റെസിപ്റ്റിൽ കാണാം. ചില ബോട്ടിൽസിനെയൊക്കെ അത് റീഡാക്കി, ചിലതിനെയൊക്കെ അത് റിഗ്രറ്റ് ചെയ്തു. എന്തല്ലേ. അങ്ങനെ 1-2 ബോട്ടിൽസ് മാത്രമേ നമുക്ക് റിട്ടേൺ വന്നുള്ളൂ. ബാക്കിയെല്ലാം മെഷീൻ തന്നെ റീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സൈഡിൽ ഇങ്ങനെ യൂറോ കൂട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഈ ചില സിസ്റ്റമൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ നാട്ടിലും ഇതേപോലത്തെ സിസ്റ്റമൊക്കെ വന്നിരുന്നെങ്കിൽ അടിപൊളിയായേനെ. അങ്ങനെ നമുക്ക് ഏകദേശം ഒരു 5.81 യൂറോ ഒക്കെ കിട്ടി. നേരെ ഗ്രോസറി ഷോപ്പിൽ പോയി. അതിന് തൊട്ടടുത്ത് തന്നെ ഈ ഗ്രോസറി ഷോപ്പ്. അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങാമെന്ന് വെച്ചു. വാങ്ങി നിന്നപ്പോഴാണ് ഒരു ചേട്ടനെ കണ്ടത്. ഫസ്റ്റ് ലുക്കിൽ ചേട്ടനെ കണ്ടപ്പോൾ ഒന്നും മനസ്സിലായില്ല. പിന്നെ ഒന്നുകൂടെ കണ്ടപ്പോഴത്തേക്ക് ഓക്കെ, ക്ലിയറായി. അത്യാവശ്യം ഇങ്ങനെ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ അധികം റോഡിലും അവിടെ ഒന്നും അധികം ബോട്ടിൽസോ കാര്യങ്ങളോ ഒന്നും കാണാറില്ല കേട്ടോ. അങ്ങനെ ബോട്ടിൽസ് റിട്ടേൺ ചെയ്ത പൈസ കൊണ്ട് നമ്മൾ അത്യാവശ്യമുള്ള ഗ്രോസറീസൊക്കെ വാങ്ങി. ഇതൊരു ഇൻട്രസ്റ്റിംഗ് തിങ് ആയിട്ട് തോന്നിയെങ്കിലും നമ്മുടെ നാട്ടിലും ഇതേപോലെയൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു അതിനെ, അല്ലേ? എന്തായാലും എല്ലാം ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.